ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ആൻഡ് അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയില് യൂറോപ്പിലെ എൻ്റെ വൈകുന്നേര യാത്ര എന്നുള്ള വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നു ഈ ഈ ഈ ഒരു പള്ളിയുടെ താഴെയാണ് എൻ്റെ വീടെന്നൊക്കെ. അപ്പോൾ ആ ഒരു പള്ളീനെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ, ആ ഒരു പള്ളിയുടെ ഒരു ഹിസ്റ്ററി ഒക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ആ പള്ളിയിലോട്ട് പോവാം അല്ലേ. ഞാനിപ്പോ ഉള്ളത് പള്ളിയുടെ ഫ്രണ്ടിലാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. പക്ഷെ ഞങ്ങൾ പോകാറുള്ളത് ആ ഒരു കുഞ്ഞ് ഒരു എൻട്രൻസ് കണ്ടോ, അതിലെ കൂടെയാണ്. പക്ഷെ ഞങ്ങൾ പോകാറുള്ളത് പക്ഷെ അതായിരിക്കും എപ്പോഴും എപ്പോഴും തുറന്നിടാറില്ല. പിന്നെ ഇതൊരു റോമൻ കത്തോലിക്ക പള്ളിയാണ്. പിന്നെ ഈ പള്ളിക്ക് 9 അൾത്താരകളുണ്ട്. അത് കുഞ്ഞൾത്താരകളാണ്. ഈ 9 കുഞ്ഞൾത്താരകളും പ്ലസ് ഒരു വലിയ അൾത്താര ഉണ്ട്. അപ്പൊ 9 + 1 10 അൾത്താരകളാണ് ഈ പള്ളിയിൽ ഉള്ളത്. പിന്നെ അന്നത്തെ കാലത്ത് കുർബാന ചെല്ലുമ്പോ ഓരോ കുർബാനയ്ക്ക് ഒരച്ഛന്മാര് വെച്ച് ചെല്ലാൻ പാടുള്ളായിരുന്നു. അങ്ങനെ നിയമം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ നിയമം ഉള്ളത് കൊണ്ട് തന്നെ അച്ഛന്മാർ കുറെ പേര് ഒരുമിച്ച് കുർബാന ചെല്ലില്ലായിരുന്നു. അപ്പൊ ഓരോരോ അച്ഛന്മാരും ഓരോരോ അൾത്താരയിലായിരുന്നു കുർബാന ചെല്ലിക്കൊണ്ടിരുന്നത്. ഓരോ അൾത്താരകളും ഓരോരോ വിശുദ്ധിമാരുടെയുമാണ് അൾത്താര. വിശുദ്ധികളുടെയാണ് അൾത്താര. അപ്പൊ നമുക്ക് ആ പള്ളിയിലേക്ക് കയറാം. ഞങ്ങളപ്പോ പള്ളിക്കകത്തോട്ട് കയറുന്ന എൻട്രൻസിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കതവ് തുറന്നു കഴിഞ്ഞാല് ഈ ഒരു നമ്മുടെ സ്വർഗം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സ്വർഗം പോലെയാണ്. ഞാൻ നിങ്ങളെ ആ സ്വർഗം കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ഈ പള്ളിയുടെ എൻട്രൻസ് തുറക്കൂലേ, തുറന്നു കഴിയുമ്പോൾ അതിനകത്ത് ലൈറ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം അതിനകത്ത് ഇങ്ങനെ ഒരു കോയിൻ മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ ഇങ്ങനെ കോയിൻ ഇട്ട് കഴിയുമ്പോ അതിനകത്ത് ലൈറ്റ് കത്തും. 50 സെന്റ്, 1 യൂറോയുടെ കോയിൻ, 1 യൂറോയുടെ കോയിൻ, 2 യൂറോയുടെ കോയിൻ വരെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓരോ കോയിനും ഓരോരോ മിനിറ്റ് ആണ് സൂചിക്കുന്നത്. ഇപ്പൊ 2 യൂറോ ഇട്ട് കൊടുത്താൽ 10 മിനിറ്റ് ആ ലൈറ്റ് ഓണായി കിടക്കും. അപ്പൊ നമുക്ക് സ്വർഗം കാണാം അല്ലേ. വാ, ഇതിന്റെ അകത്തൂടെ കോയിൻ ഇട്ടാലാണ് ലൈറ്റ് കത്തുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തൂടെ കോയിൻ ഇടാം. അപ്പൊ ഞാൻ 10 മിനിറ്റ് എഴുതി കാണിച്ചു. ലൈറ്റ് വന്നില്ലല്ലോ. ലൈറ്റ് വന്നു. അപ്പൊ 10 മിനിറ്റ് ഈ ലൈറ്റ് ഓൺ ആയിട്ട് കിടക്കും. ഈ 10 മിനിറ്റ് എന്ന് സൂചിച്ചേക്കുന്നത് കണ്ടത് 10. അപ്പൊ ആ 10 മിനിറ്റ് ഈ ലൈറ്റ് ഓൺ ആയി കിടക്കും എന്നാണ്. ഇതാ ഈ പള്ളിയിലോട്ട് കയറി കഴിയുമ്പോ നമുക്ക് ഇവിടെ വെഞ്ചരിച്ച വെള്ളമുണ്ട്. നമുക്ക് ആ വെഞ്ചരിച്ച വെള്ളം വിട്ട് നമുക്ക് നെറ്റിയിൽ തൊടാവുന്നതാണ്. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്. അവിടെ ഒരു ഈശോ മരിച്ച ഒരു രൂപമുണ്ട് ഇതാ മേളില്. ഇതാണ് ഈ പള്ളിയിലെ അൾത്താര. ഞാൻ പറഞ്ഞില്ലേ സ്വർഗം പോലെ ഇരിക്കുന്നു, അതാണിത്. ഇതിനകത്ത് ഒരുപാട് ഇവിടെ ഞങ്ങള് നേരത്തെ വന്നപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു അൾത്താരയാണിത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് 8 മാസമായി. അപ്പം ആദ്യമൊക്കെ ഇവിടെയായിരുന്നു. സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ ഈവനില് കുർബാന നടക്കുന്ന ഇവിടെയാണ്. അപ്പൊ ഇവിടെയാണ് ഞാൻ വന്നിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയാണ്. അപ്പൊ ഇതാണ് പള്ളിയുടെ മേൽവശത്ത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാലോ, ഇവിടെ നല്ല മനോഹരമായിട്ടാണ്
ഓരോടെ അതിലെ കൂടെ ലൈറ്റും ഒക്കെ ഉണ്ട്. പിന്നെ എന്താ നോക്ക്, ഡക്ക വരുമ്പോ ഈ ഒരു പള്ളി ശരിക്കും പറഞ്ഞ ചുരുക്കത്തില് നല്ല മനോഹരമാണ്. പിന്നെ ഇതാ ആ ഒരു ഫ്ലോർ കണ്ടോ, സ്പേസ് കിടക്കുന്നത്. അപ്പൊ അവിടെയാണ് പാട്ടുകാര് വന്ന് പാട്ട് പാടുന്ന സ്ഥലം. നമുക്ക് പള്ളിയിൽ കുർബാന ചെല്ലുമ്പോ ഓരോ പാട്ടുകാർ വന്ന് പാട്ട് പാടൂലേ ഒരു സ്ഥലത്ത്, അതുപോലെ ഇവിടെ പാട്ടുകാർ വന്ന് പാട്ട് പാടുന്ന സ്ഥലമാണ് ആ വെള്ളം. കണ്ടല്ലോ, ഓക്കെ, കാണാലോ. ആ ഒരു സ്ഥലത്താണ് പാട്ട്, നമുക്ക് കാണാൻ പറ്റും കുർബാന നടക്കുമ്പോ. അപ്പം ഞാൻ പുറത്തു വെച്ച് ഞാൻ പറഞ്ഞില്ലേ 9 കുഞ്ഞ് അൾത്താരകള്, ഓരോ അൾത്താരയ്ക്ക് ഓരോരോ വിശുദ്ധന്മാരും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ അൾത്താര. പിന്നെ ഇതാണ് രണ്ടാമത്തെ അൾത്താര. ഇവിടെ കുറച്ച് ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. ഈശോയുടെ പീഡാനുഭവത്തിന്റെ ചിത്രങ്ങളൊക്കെ ദാ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ അൾത്താര. നിങ്ങൾ ദാണ്ട് നാലാമത്തെ അൾത്താര. ആണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞ വലിയ അൾത്താര. അപ്പം അഞ്ചാമത്തെ അൾത്താര ഇതാണ്. നിങ്ങൾക്ക് കാണാലോ, ഇവിടെയാണ് അച്ഛൻ ഇപ്പൊ കുർബാനകളൊക്കെ എപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെയാണ് അച്ഛൻ കുർബാന ചെല്ലാറുള്ളത്. ഇതാണ് ഇവിടെ ഒരു അന്തോണീസ് പുണ്യാളന്റെ ഒരു രൂപമുണ്ട്. പിന്നെ അവിടെ ഒരു മാതാവ് ഈശോയെ പിടിച്ചു നിൽക്കുന്ന ഒരു രൂപം ഗോൾഡ് കളറിൽ കാണുന്നുണ്ടല്ലോ. സൂം ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ, ഉണ്ടോ? ഇത് മാതാവിന്റെ നാമഹൃദയത്തിൽ ഉള്ള ഒരു അൾത്താരയാണെന്നാ തോന്നുന്നത്. കാരണം കുറെ മാതാവിന്റെ ഫോട്ടോസ് ഇവിടെ ഉണ്ട്. ഇവിടെയും ഉണ്ടൊരു മാതാവ്. കാണാലോ, അവിടെ ഈശോയെ കുരിശി തറച്ച ഒരു ഫോട്ടോ. പിന്നെ അവിടെ ഒരു നിത്യസഹായ മാതാവുണ്ട്. ഇവിടെ ഒരു വലിയൊരു ഫോട്ടോയാ നിത്യസഹായ മാതാവിന്റെ. ഇതാണ് ഏഴാമത്തെ അൾത്താര. ഇത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അൾത്താരയാണ്. നിങ്ങൾക്ക് കാണാലോ സെബസ്ത്യാനോസിനെ. സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. വിശുദ്ധ ബാർബറ എന്ന് പറഞ്ഞൊരു വിശുദ്ധയുടെ അൾത്താരയാണിത്. സൂം ചെയ്ത് ഞാൻ നിങ്ങളെ ഇതും കാണിക്കുന്നുണ്ട്. ഇത് എട്ടാമത്തെ അൾത്താരയാണ്. അതൊക്കെ നമുക്കിനി 9ാമത്തെ അൾത്താരയിലേക്ക് പോവാം. ഇത് വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും നാമഹൃദയത്തിൽ ഉള്ള വള്ളിയാണ്. അപ്പൊ ഞാൻ ഇതും ഇവിടെ പത്രോസും പൗലോസും നിങ്ങൾക്ക് കാണാലോ. ഞങ്ങൾ ഇവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്.
ഓക്കെ, ഇതാണ് ഇവിടുത്തെ 10ാമത്തെ അൾത്താര. ഇവിടെയാണ് തിരി കത്തിക്കുന്നത്. ഇവിടെ എല്ലാരും ഇവിടെ വന്നു കഴിഞ്ഞ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുള്ളത് ഈ ഒരു അൾത്താരയിലാണ്. അപ്പൊ നമുക്ക് തിരി കത്തിക്കാം. ഞാനിപ്പോ തിരി കത്തിക്കാൻ പോവാണ്. പൈസ ഇടുവാണ്. അപ്പൊ ഞാൻ പൈസ ഇട്ടു. എനിക്കൊരു തിരി കത്തിക്കാം. അപ്പൊ ഞാൻ ഒരു തിരി എടുത്ത് കത്തിക്കുകയാണ്. അപ്പൊ ഒരു തിരി കത്തിച്ച് ഇതാണ് കുമ്പസാരക്കൂട്. ഇത് ഫാദർ പ്രകാശച്ചൻ, ഞാൻ പറഞ്ഞല്ലോ ഫാദർ ജിൻഡോയും ഫാദർ പ്രകാശച്ചനും ഉണ്ടെന്ന്. അപ്പൊ ഇത് ഫാദർ, നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കാലോ, എഴുതി കാണാലോ, ഫാദർ പ്രകാശച്ചൻ. അപ്പൊ നമുക്കിത് തുറക്കാം. ജസ്റ്റ് ഒന്ന് നിങ്ങളെ തുറന്ന് കാണിക്കാം. അപ്പൊ ഇവിടെയാണ് നമ്മൾ പാപങ്ങൾ പറയാനായിട്ട് ഇരിക്കുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മുടെ അച്ഛൻ ഇവിടെ കുമ്പസാരക്കൂട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലും നമുക്ക് വന്നിരിക്കാം. നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് നമുക്ക് വന്നിരിക്കാം. അപ്പൊ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കമന്റ് ബോക്സ് റെഡി ആട്ടോ. ടാറ്റാ.